വാഴ 2 ആ പടം കണ്ടിട്ട് എനിക്കൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഞാൻ 2 പ്രാവശ്യം പടം കണ്ടു. ഒത്തിരി റിവ്യൂസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനോർത്ത് എനിക്കൊരു റിവ്യൂ ചെയ്യാം. കാരണം നമുക്കൊരു ആശ്വാസമാണിത് പറയുമ്പോൾ. കാരണം വാഴ 2 എനിക്ക് തോന്നുന്നത് ഞാനൊരു പ്രവാസി കൊണ്ടായിരിക്കാം എനിക്കത് കൂടുതലും ഇമോഷണലായി പോകുന്നത്. കാരണം നമ്മളൊരു ഒറ്റപ്പെടൽ എന്നെല്ലാം പറയുന്ന ഇരിക്കുമ്പോൾ, നാടും വീടെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ഈ രാജ്യത്തായിരിക്കുമ്പോൾ ഈ പടം നമ്മളുടെ കഴിഞ്ഞ കുറേ നല്ല ഓർമ്മകളെ ഒപ്പിയെടുത്ത് സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട്. അത് ആ സംവിധായകൻ്റെ ഒരു പ്രത്യേകതയാണ്. ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും എടുത്തുകൊണ്ട് ഒരു സ്ക്രീനിൽ നമ്മളെ കാണിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടറിയാതെയോ എവിടേക്കോ നമ്മളെ ഈ പടം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അത് സ്കൂളായിരിക്കാം, വീടായിരിക്കാം, കൂട്ടുകാരുടെ ആയിരിക്കാം. എന്നെ പേഴ്സണലി ഏറ്റവും ടച്ച് ചെയ്തത് ഒരു അച്ഛനും മോനും ഉള്ളൊരു കഥാപാത്രം കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അത് എന്നെയും എൻ്റെ അപ്പച്ചനെയും ഒരു ഏരിയയാണ് അവിടെ കാണിച്ചതായിട്ട് തോന്നുന്നത്. കാരണം വളരെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മച്ചി മരിക്കുകയും അപ്പച്ചനോട് എനിക്കൊരു ഭയങ്കര ഒരു ബന്ധമുണ്ട്. കാരണം അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 5 വർഷമായി. പക്ഷേ ആ പടത്തിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരപ്പനും മോനൊരു ബൗണ്ടിങ്, അതൊരു ഭയങ്കര നമുക്ക് ഈ പടം കാണിക്കുമ്പോൾ അപ്പച്ചൻ അപ്പച്ചൻ നമ്മുടെ അടുത്ത് വന്ന് ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത് കാണുന്ന പലവർക്കും ഇത് അനുഭവം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ റിവ്യൂ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ കുറേ പേര് ഓർക്കുന്നുണ്ടാവും ഇതിപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തിട്ട് കുറേ റിവ്യൂസ് ഉണ്ടല്ലോ. പക്ഷേ നിങ്ങളിങ്ങനത്തെ എവിടേക്കെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ ഈ പടം ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പങ്കുവെക്കപ്പെടണം. കാരണം അത് കേൾക്കുന്ന ഒത്തിരി പേർക്ക് അത് വലിയ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോൾ ക്രൂവിനോട് ഒത്തിരി നന്ദി പറയുകയാണ്. ഇതിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ പ്രൊഡ്യൂസറും ഇതിൻ്റെ ആർട്ടിസ്റ്റുമാരും എല്ലാവരും. അവർ 100% അവർ ഇത് കൊടുത്തു എന്നാണ് പറയുക. അവർക്ക് പറ്റിയ 100% അവർ ഇത് കൊടുത്തിട്ടുണ്ട് ഈ പടത്തിൽ. എന്നെ സംബന്ധിച്ച് ഈ പടം ഒരു ഫോർമേഷനാണ്, ഒരു റിട്രീറ്റാണ്. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒറ്റപ്പെടലായിട്ട് നമ്മൾ ലോകത്ത് പരാതിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷങ്ങൾ മറ്റാർക്കും കൊണ്ടുവന്ന് തരാൻ പറ്റില്ല. നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തുക. ഈ പടം നമ്മളോട് പറയുന്നത് തന്നെയാണ്. wherever you are, try to be happy always. അപ്പോൾ വാഴ 2 നിങ്ങൾ കാണുമ്പോൾ കുടുംബസമേതം കാണുകയാണെങ്കിൽ കുറച്ചും കൂടി എൻ്റെ കൂടെ വന്ന 1-2 ഫാമിലീസ് അതിലൊരാൾ ഇമോഷണലായിട്ട് അപ്പോൾ തന്നെ നാട്ടിലേക്ക് ആ പുള്ളിക്കാരത്തിൻ്റെ ചേച്ചിനെ വിളിച്ച് ആ ഒരു സ്നേഹമെല്ലാം കാണിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വികാരത്തിൻ്റെ മൊമെൻറ്റ്. അപ്പോൾ എല്ലാവരും ഈ പടം കാണണം. അതിൻ്റെ പുറകിലെ അണിയറ പ്രവർത്തകർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഇനി ഇങ്ങനെ നല്ല മൂവികൾ ഉണ്ടാകട്ടെ. ഇത് കണ്ടുകൊണ്ട് ആൾക്കാർക്ക് വലിയൊരു സന്തോഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.